ട്രിഗണോമെട്രിയുടെ വാല്യൂസ്, ക്വാഡ്രന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്, മെഷർമെന്റ്സ്, സൈൻ ചേഞ്ച്, ഇങ്ങനെയുള്ള ഫങ്ഷൻസിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കതൊന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ട്രിഗണോമെട്രിയിൽ ഒരു സർക്കിള് ഇൻ എക്സ് വൈ പ്ലെയിൻ, ഇതാണല്ലോ നമ്മൾ പറഞ്ഞത്. എക്സ് വൈ പ്ലെയിനിൽ ഉള്ള റേഷ്യോസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഹിയർ ഇറ്റ് ഇസ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇറ്റ് ഇസ് തേർഡ് ആൻഡ് ദിസ് തിങ് ഫോർത്ത്. ഓക്കെ, ഇനി നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇത് 0, അതായത് ഒരു റേഡിയസ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിള് 0 ഡിഗ്രി. ഇത് വരുമ്പോഴത്തേക്കും വൈ ആക്സിസുമായിട്ട് എക്സ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞു 90 ആണ്. അപ്പം ഹിയർ ഇറ്റ് ഈസ് 90 ആൻഡ് ദിസ് ഇസ് 180. 180 എന്ന് പറഞ്ഞാൽ അതായത് എക്സ് ആക്സിസിന്റെ ആംഗിൾ 0 to 180, ഒരു ഹൊറിസോണ്ടൽ ലൈനിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പം ഈ പോയിന്റ് ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ വരുമ്പോഴത്തേക്കും അത് 180 ഡിഗ്രി മേക്ക് ചെയ്യും. ഹിയർ ഇറ്റ് ഇസ് 270. ഇതാണ് നമ്മുടെ ഒരു പോയിന്റിന് ചുറ്റുമുള്ള, അപ്പൊ ഇവിടെ വരുമ്പോൾ എന്തായി 360. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഡിഗ്രി ഇപ്പം 90 ഡിഗ്രി, 90 ഡിഗ്രിയെ നമ്മൾ റേഡിയനിലേക്ക് മേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക? 90യെ റേഡിയൻ എപ്പോഴും പൈയിലാണ്. അപ്പൊ റേഡിയനെ നമ്മൾ റേഡിയനാക്കാൻ വേണ്ടി 5/180 കൊണ്ട് ഇൻഡു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഹിയർ ഇറ്റ് ഇസ് 5/2. ക്ലിയർ? അപ്പം ഇത് 5/2. അങ്ങനെയാണെങ്കിൽ ഇത് 5, ഇത് വന്നിട്ട് 3π/4. ഇങ്ങനെയാണ് നമ്മുടെ ആംഗിൾസ്, എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും ആയിട്ടുള്ള ആംഗിൾസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ്, അതിന്റെ സൈൻ ചേഞ്ച്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞ എന്താ, ഗോൾഡ്, സിൽവർ, ടീ, കപ്സ്, അതായത് ഇവിടെ എല്ലാ റേഷ്യോസും പോസിറ്റീവ് ആണ്. ഇവിടെ സൈൻ ഓൺലി പോസിറ്റീവ്, ഇത് തേർഡ് ക്വാഡ്രന്റിലെ ടാൻ ഓൺലി പോസിറ്റീവ്, ഹിയർ കൊസൈൻ ഓൺലി പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടുന്നത് ഈ ക്വാഡ്രന്റിലേക്ക് വരുമ്പോഴത്തേക്ക് റേഷ്യോസിന്റെ സൈൻ എങ്ങനെ ചേഞ്ച് ആവുമെന്നാണ്. അപ്പം ഇതാണ് നമ്മുടെ ആംഗിൾ എക്സ് എങ്കിൽ ഇവിടെ സൈൻ ആയിരുന്നാലും സൈൻ എക്സ് തന്നെയാണ്, കോസ് ആയിരുന്നാലും കോസ് എക്സ് തന്നെയാണ്, ടാൻ ആയിരുന്നാലും ടാൻ എക്സ് തന്നെയാണ്. അതായത് സൈൻ ഇത് 360 എന്ന് പറഞ്ഞാൽ 2π, സൈൻ 2nπ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് സൈൻ എക്സ് ആണല്ലോ. കോസ് 2nπ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ് എക്സ്. ദെൻ ടാൻ 2nπ പ്ലസ് എക്സ്, ഹെൻസ് ഇറ്റ് ഈസ് ടാൻ എക്സ്. അതായത് എല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. 2nπ പ്ലസ് എക്സ്, അതായത് ഇത് 2π. ഒരു പ്രാവശ്യം കൂടെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഇത് 4π, അടുത്ത പ്രാവശ്യം കറങ്ങി വരുമ്പോൾ 6π. അതേപോലെ 2nπ വരെയും ഈ ആംഗിളാണ് മേക്ക് ചെയ്യുന്നത്, മീൻസ് ആംഗിളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ആംഗിളാണ്, അതായത് 2nπ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് റെപ്രസെന്റ്, എക്സ് ആക്സിസിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു എക്സ് ആംഗിൾ മുകളിലേക്ക് പോയി അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ പെടും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ പെടുമ്പോഴത്തേക്കും ആ സെയിം റേഷ്യോ തന്നെയാണ്, റേഷ്യോ അങ്ങനെ തന്നെയാണ്, ചേഞ്ച് ഒന്നും വരില്ല. അപ്പം ഇറ്റ് ഈസ് പോസിറ്റീവ്, ഓൾവേസ് പോസിറ്റീവ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ റേഷ്യോ, അതായത് സൈൻ 2nπയുടെ കൂടെ എന്ത് ആഡ് ചെയ്താലും നമുക്ക് സെയിം റേഷ്യോ തന്നെ വരും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ക്വാഡ്രന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സൈൻ ചേഞ്ചിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് എക്സ് വൈ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ 0 ഡിഗ്രി, ഇത് 5/2, ഹിയർ ഇറ്റ് ഈസ് 2π, π, ഹിയർ ഇറ്റ് ഈസ് 3π/4. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പം 5/2ന്റെ ഈ ഓഡ് മൾട്ടിപ്പിളിനോടൊപ്പം, ഓഡ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പം 1, 3, 5 ഇങ്ങനെ ഏതെങ്കിലും ഡിജിറ്റുമായിട്ട് 5/2 മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം പ്ലസ് ഓർ മൈനസ് എക്സ് ആഡ് ചെയ്യുക. അതായത് ഇപ്പം നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 5/2 പ്ലസ് എക്സ് അല്ലെങ്കിൽ 5/2 മൈനസ് എക്സ്, 3π/2 പ്ലസ് എക്സ് ഓർ 3π/2 മൈനസ് എക്സ്.
അല്ലെങ്കിൽ 5π/2 പ്ലസ് എക്സ്, അല്ലെങ്കിൽ 5π/2 പ്ലസ് മൈനസ് എക്സ്, ഇങ്ങനെയുള്ള ഓഡ് മൾട്ടിപ്പിൾസിനോടൊപ്പം നമ്മൾ എക്സ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റേഷ്യോ ആയ സൈൻ കോസ് ആയിട്ട് മാറും, പിന്നെ കോസ് സൈൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം ടാൻ എന്താവും, ടാൻ കോട്ടായിട്ട് മാറും. ക്ലിയർ? അപ്പം സൈൻ π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് എക്സ് ആണ്. കോസ് π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് സൈൻ എക്സ് ആണ്. ടാൻ π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോട്ട് എക്സ്. പിന്നെ അതിന്റെ സൈൻ ചിഹ്നം പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ ക്വാഡ്രന്റ്. ഓക്കെ, ക്വാഡ്രന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ ആൻസർ വരും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ട് ആവും. അപ്പൊ നമ്മൾ 1/1 ആയി, അതായത് 5/2 ഇതാണ്, 3π/4 ഇതാണ്. ഇത് രണ്ടും ഓഡ് മൾട്ടിപ്പിൾസ് ആണ്. ഇതിനോടൊപ്പം എക്സ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ റിസൾട്ട് എന്താണ് ഇപ്പൊ നമുക്ക് പഠിക്കുന്നത്. ഓക്കെ, സൈൻ π/2 പ്ലസ് എക്സ് എന്താവും, ഇത് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയും. ഇനി അതിന്റെ ചിഹ്നം സൈൻ π/2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും π/2 പ്ലസ് എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇതാണ് നോക്കേണ്ടത്, നമ്മൾ ആൻസർ അല്ല, ഇതാണ് നോക്കേണ്ടത്. സൈൻ π/2 പ്ലസ് എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ π/2 പ്ലസ് എക്സ് കോസ് എക്സ് ആണ്. ഓക്കെ, ഇനി സൈൻ π/2 മൈനസ് എക്സ്, അതും കോസ് എക്സ് ആണ്. ചിഹ്നം എന്തായിരിക്കും, പ്ലസ് ആണോ മൈനസ് ആണോ? സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്, അപ്പൊ അത് പ്രശ്നമേ ഇല്ല, അത് കോസ് എക്സ് ആണ്. അപ്പൊ കോസിന്റെ കാര്യത്തിലാണെങ്കിലോ കോസ് π/2 മൈനസ് എക്സ്, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സൈൻ എക്സ് ആവും. പക്ഷേ ഈ കോസ് എക്സ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാ, ഈ കോസ് എക്സ് ഇവിടെ പോസിറ്റീവാ, അതുകൊണ്ട് അത് പോസിറ്റീവാ. ഇനി കോസ് π/2 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആവും, അത് തന്നെയാണ് ക്ലിയർ. എന്നിട്ട് കോസ് π/2 പ്ലസ് എക്സ് ഇവിടെയാണ്, ഈ കോസ് ഇവിടെ നെഗറ്റീവാണ്. സൈൻ മാത്രമേ സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ഉള്ളൂ, അപ്പൊ ഇവിടെ നെഗറ്റീവാണ്, അതുകൊണ്ട് ഇറ്റ് ഇസ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, കോസ് π/2 പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയിരിക്കും, സൈൻ π/2 പ്ലസ് എക്സ് കോസ് എക്സ്. ക്ലിയർ? വ്യത്യാസം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 3π/4 ഇതേപോലെ തന്നെയാണ്, അതായത് നമ്മുടെ റേഷ്യോ റിവേഴ്സ് ചേഞ്ച് ആവും, സൈൻ കോസ് ആവും, കോസ് ടാൻ. ഇവിടെ ടാൻ ആണെങ്കിൽ എങ്ങനെ വരും, ടാൻ π/2 മൈനസ് എക്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് കോട്ട് എക്സ്, ആൻഡ് കോട്ട് എക്സ് ബേസിസ് ടാനും കോട്ടും എല്ലാം അവിടെ പോസിറ്റീവാണ്. ഓക്കെ, ദെൻ ടാൻ π/2 പ്ലസ് എക്സ് ആണെങ്കിലോ ഇറ്റ് ഇസ് മൈനസ് കോട്ട് എക്സ്. എന്തുകൊണ്ടാണ്, ഇവിടെ ടാൻ മൈനസ് ആണ്. ഓഡ് മൾട്ടിപ്പിൾസിന്റെ 3nπ/4 കാര്യം ഇങ്ങനെയാണ്. ഇപ്പം സൈൻ 3nπ/4 എന്നില്ല പോലെ 3π/4 പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് ആവും, കോസ് എക്സ് ആവും. സൈൻ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് 3nπ പ്ലസ് 3π/4 പ്ലസ് എക്സ് എന്ന് പറയുമ്പം അതിവിടെ വരും. ഇവിടെ സൈൻ പോസിറ്റീവ് അല്ല, നെഗറ്റീവാ, അതുകൊണ്ട് ഇത് മൈനസ് കോസ് എക്സ് ആണ്. ഓക്കെ, ഇനി സൈൻ 3π/4 മൈനസ് എക്സ് ആണെങ്കിലോ, മൈനസ് എക്സ് എന്ന് പറയും 3π/4 മൈനസ് എക്സ് ഇവിടെ വരും, ഇവിടെ വരുമ്പോഴും അത് മൈനസ് ആണ്, സോ മൈനസ് കോസ് എക്സ്. ഓക്കെ, കോസ് ആണെങ്കിലോ കോസ് 3π/4 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സൈൻ എക്സ്, ആൻഡ് ഇവിടെയാണ് കോസ് 3π/4 പ്ലസ് എക്സ് വരുന്നത്, അത് പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ എക്സ് പോസിറ്റീവ്. അടുത്ത നെക്സ്റ്റ് കോസ് 3π/4 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്, അതുകൊണ്ട് മൈനസ് സൈൻ എക്സ്. ഓക്കെ, ടാൻ ആണെങ്കിലോ ടാൻ 3π/4 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിലാണ്, അത് മൈനസ് കോട്ട് എക്സ്. ഇനി ടാൻ 3π/4 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, തേർഡ് ക്വാഡ്രന്റിലാണ്, അവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് കോട്ട് എക്സ്. ഓക്കെ, ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ റേഷ്യോന് ചേഞ്ച് ഒന്നുമില്ല, സെയിം തന്നെയാണ്, പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ ക്വാഡ്രന്റ്.
ഓക്കെ. അപ്പം ഇവൻ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് 0. 2n/യില് n 0 ആകുമ്പോഴാണ്. അപ്പം 5/20 ഇവൻ മൾട്ടിപ്പിൾ 2n/, പ്ലസ് ഓർ മൈനസ് 0. എക്സ് കോസ് ആണെങ്കിൽ ഇറ്റ് ഇസ് കോസ് എക്സ്, സൈൻ ആണെങ്കിൽ ഇറ്റ് ഇസ് സൈൻ എക്സ് ഇറ്റ് സെൽഫ്. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് പ്ലസ് എക്സ് ആണെങ്കിൽ 2n/, പ്ലസ് എക്സ് ആണെങ്കിൽ ഇവിടെ വരും, ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. അപ്പം ചിഹ്നം പ്രശ്നങ്ങളൊന്നുമില്ല. കോസ് 2n/, പ്ലസ് എക്സ് കോസ് എക്സും, സൈൻ 2n/, പ്ലസ് എക്സ് സൈൻ എക്സും. എന്നാൽ മൈനസ് ആണെങ്കിലോ കോസ് 2n/, minus x. It is cos x itself, and 2n/, minus x എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇവിടെ കോസ് പോസിറ്റീവാ, അതുകൊണ്ട് പോസിറ്റീവാണ്. നെക്സ്റ്റ് സൈൻ 2n/, മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ വരും. സൈൻ ഇവിടെ നെഗറ്റീവ് ആണ്, ദാറ്റ് ഇസ് മൈനസ് സൈൻ എക്സ്. അപ്പം ഇതിൽ നിന്ന് ഈ n 0 ആകുമ്പോൾ രണ്ട് റിസൾട്ട്സ് ആണ്. ഒന്ന് കോസ് മൈനസ് എക്സ്, ദാറ്റ് ഇസ് കോസ് എക്സ്, ദെൻ സൈൻ മൈനസ് എക്സ്, ഇറ്റ് ഇസ് മൈനസ് സൈൻ എക്സ്. ഈ രണ്ട് റിസൾട്ട് ഇത് മക്കൾ ഓർത്തോണം. ഓക്കെ, ഇതാണ് എന്തെന്ന് നമുക്ക് അത്യാവശ്യം വളരെ എമർജൻസി വേണ്ടുന്ന സാധനങ്ങളാണ്. ഓക്കെ, അടുത്തതിന് പൈയുടെ കൂടെ ഉള്ള ഈ പ്ലസ് ഇവിടെയും പൈയുടെ മൈനസ് ഇവിടെയും ഇതിൻ്റെയും കൂടെ പഠിച്ചാൽ നമ്മുടെ ക്വാഡ്രന്റ് റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോസിൻ്റെ, അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് നമുക്ക് ഓക്കെ. ഓക്കെ, അപ്പം കോസ് പൈ പ്ലസ് ഓർ മൈനസ് എക്സ്. അപ്പം നമ്മൾ പറഞ്ഞത് കോസ് എക്സ് തന്നെയായിരിക്കും. പിന്നെ കോസ് പൈ എക്സ്, കോസ് പൈ പ്ലസ് എക്സ് ആണെങ്കിൽ കോസ് എക്സിന്റെ ചിഹ്നം എന്താവും? പൈ പ്ലസ് എക്സ്, ഇവിടെ മൈനസ്. കോസ് പൈ മൈനസ് എക്സ് ആണെങ്കിൽ അതിന്റെ ചിഹ്നം എന്താവും? കോസ് ഇവിടെ, അതും മൈനസ്, മൈനസ് കോസ് എക്സ്. ഓക്കെ, സൈൻ ആണെങ്കിലോ സൈൻ പൈ പ്ലസ് എക്സ് ആണെങ്കിൽ ഇവിടെ വരും, അതിന്റെ ചിഹ്നം എന്താ? ഇറ്റ് ഇസ് മൈനസ് സൈൻ എക്സ്. സൈൻ പൈ മൈനസ് എക്സ് ആണെങ്കിലോ അത് ഇവിടെ വരും, അതിന്റെ ചിഹ്നം ഇറ്റ് ഇസ് സൈൻ എക്സ്. ഓക്കെ, ഇത്രയും റിസൾട്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ടാനിന്റെ കാര്യമാണെങ്കിലോ ടാൻ പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് അത് ഇവിടെ വരും അല്ലേ? പൈ പ്ലസ് എക്സ് ഇവിടെ വരും. അടുത്തത് ടാൻ പൈ മൈനസ് എക്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് മൈനസ് ടാൻ എക്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ക്വാഡ്രന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇതിന്റെ തിയറി പോർഷനും ഓക്കെ ആയി. അപ്പൊ നമ്മുടെ തിയറി ഏകദേശം കംപ്ലീറ്റ് ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്റെ മക്കൾ ഇനി നമുക്ക് നമ്മുടെ യൂഷ്വൽ പ്രാക്ടീസ് എന്താ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയുള്ള പോർഷനിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറിയണം, എല്ലാ മീൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാൻ അറിയണം. ഓക്കെ, ഇതാണ് എൻ്റെ ബിലീഫ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 1 by 1 ആയിട്ട് എക്സസൈസ് അതുമൊക്കെ ചെയ്തു പോകാം. ഓക്കെ, നിങ്ങൾ എന്തായാലും സ്കൂളിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കുട്ടികളാണ്, ലാസ്റ്റ് എൻഡ് ആയില്ലേ? അപ്പൊ നമുക്ക് എക്സാം പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. സമയവും കുറവാണ്, എല്ലാ മെത്തേഡും നമ്മുടെ പ്രാക്ടീസിലാവും. അപ്പം എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്യാനുള്ള, ഇനി ക്വസ്റ്റ്യൻ ബുക്കും പേപ്പർ എടുക്കുക. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യനായിട്ട് 2025 മുതലുള്ള താഴേക്കുള്ള 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ലെസണിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആൻസർ എങ്ങനെ ചെയ്യുക, എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടും.